വളരെയധികം കഥകൾ പേറി നിൽക്കുന്ന ഒരു കരിങ്കൽ കുരിശാണ് കൂനൻ കുരിശ്. 17-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനുള്ളിൽ സംഭവിച്ച ശാശ്വതമായ പിളർപ്പ് പരസ്യമായതിന്റെ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷി കൂടിയാണ് ഈ കുരിശ്. ഏകദേശം 20 പേർക്ക് തിങ്ങി നിൽക്കുന്ന സ്ഥലം മാത്രമേ ഈ കുരിശിങ്കിലുള്ളൂ. അവിടെ ആളുകൾ മെഴുകുതിരികൾ കത്തിക്കുന്നു, എണ്ണയൊഴിക്കുന്നു, മുല്ലപ്പൂവും റോസാപ്പൂവും കോർത്തിണക്കിയ പൂമാലയും വഴിപാടായിട്ട് നൽകുന്നത് നമുക്ക് കാണാനായി സാധിക്കും. ഇത് കൂടാതെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ചെറിയ പള്ളിയും കാണാം. പോർച്ചുഗീസ് സഭയുടെ മേധാവിത്വത്തിനെതിരായി സെന്റ് തോമസ് വിശ്വാസികൾ എടുത്ത പൊതുപ്രതിജ്ഞയാണ് കുരിശുമായി ബന്ധപ്പെട്ട കഥയെന്നാണ് പ്രാദേശിക ചരിത്രകാരനായ KJ സോഹാൻ പറയപ്പെടുന്നത്. മട്ടാഞ്ചേരി ബസാർ റോഡിലെ വഴിവക്കിലുള്ള പാതി മൂടിയ ഒരു ചെറിയ ആരാധനാലയത്തിലാണ് ഈ കുരിശ് സ്ഥിതി ചെയ്യുന്നത്. നാട്ടുകാർ ഈ പള്ളിയെ കുരിയച്ചന്റെ പള്ളി എന്ന് വിളിക്കുന്നു. ആളുകളെയൊക്കെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന കുരിയച്ചനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് രസകരമായ ചില കാര്യങ്ങൾ അറിഞ്ഞത്. ഈ സ്ഥലം നമ്മുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള കൂനൻ കുരിശ് സത്യം നടന്ന സ്ഥലമാണ് എന്നത്. അതായത് AD 17-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു കാര്യമാണിത്. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാർ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ എല്ലാവരെയും അവരുടേതായ രീതിയിലുള്ള മത ആചാരങ്ങൾ പഠിപ്പിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ശ്രമിച്ചു. അപ്പോൾ ഈ നാട്ടുകാരനായ ഒരു കത്തനാരിന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ 25,000 ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടി ഇവിടെ സ്ഥാപിച്ചിരുന്ന ഒരു കുരിശിൽ ഒരു വടം കെട്ടി അതിൽ പിടിച്ച് ഈ നാട്ടിലെ ആചാരങ്ങൾക്ക് വിപരീതമായി മറ്റൊരു ആചാരത്തിന് തയ്യാറല്ല എന്ന് സത്യം ചെയ്തുവെന്നും അങ്ങനെ വലിച്ചു പിടിച്ചപ്പോൾ കുരിശ് വളഞ്ഞുപോയി എന്നുമാണ് ചരിത്രം പറയുന്നത്. കുറച്ച് വിശദമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ സെന്റ് തോമസിന്റെ അനുയായികളാണ് സെന്റ് തോമസ് ക്രിസ്ത്യൻസ്. പിന്നീട് വന്ന നൂറ്റാണ്ടുകളിൽ അവർ അഖിലേന്ത്യാ സഭയുമായി സഖ്യം പുലർത്തുകയും സിറിയാക് സഭയുടെ ഭാഷയെ ഉപയോഗിക്കുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ കൊച്ചിയിൽ പോർച്ചുഗീസ് വാഴ്ച ആരംഭിക്കുകയും ജെസ്യൂട്ട്, അതായത് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സംഘടനയിലെ പുരോഹിതന്മാരായ കത്തോലിക്ക മതം പ്രചരിപ്പിക്കുവാനും ലത്തീൻ ആചാര അനുഷ്ഠാനങ്ങൾ നിഷ്കർഷിക്കുവാനും തുടങ്ങി. അങ്ങനെ 1599 അവർ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾക്ക് സിനോഡ് ഓഫ് ഡയാംബർ എന്ന സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ നിയമങ്ങളും നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കൗൺസിൽ സംഘടിപ്പിച്ചു. റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ സെന്റ് തോമസ് ക്രിസ്ത്യാനികളെ ഏകീകരിക്കുവാനും ലത്തീൻ സഭയുടെ അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാനുമുള്ള ശ്രമമായിരുന്നു ആ സിനോഡ്. ക്രിസ്ത്യാനി സംഘങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നെങ്കിലും ആന്തര സംഘർഷങ്ങൾക്ക് ഒരയവും വന്നില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. മാത്രവുമല്ല, സംഘർഷം വർദ്ധിച്ച് 1653 സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ യൂണിയനിൽ നിന്നും വിട്ടുപോകുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ. അങ്ങനെ 1653 അന്ത്യോക്യ സഭയുടെ ബിഷപ്പ് മാർ അഹട്ടല്ലയെ വഹിച്ച് കപ്പൽ കൊച്ചി തീരത്ത് അടുത്തുവെങ്കിലും പോർച്ചുഗീസുകാർ അദ്ദേഹത്തിനെ കരയിൽ കാലുകുത്താൻ അനുവദിച്ചില്ല. അതിനിടെ ബിഷപ്പിനെ പോർച്ചുഗീസുകാർ കടലിൽ മുക്കിയെന്ന കിംവദന്തിയും പ്രചരിച്ചു. ഈ സംഭവത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ ഓവർ ലേഡി ഓഫ് ലൈഫ് ചർച്ചിൽ ആർച്ച് ഡാക്കോൺ തോമസിന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടി. അന്ന് അവിടെ വെച്ച് അവരെടുത്ത പ്രതിജ്ഞയാണ് പിന്നീട് കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. കത്തിച്ച മെഴുകുതിരികളുടെ വെളിച്ചത്തിൽ കരിങ്കൽ കുരിശിന്റെ മുൻപിൽ നിന്ന് അവർ ആ പ്രതിജ്ഞാവാചകം ഉറക്കെ വായിച്ചു. ഒരറ്റം കുരിശിൽ കെട്ടിയിട്ട് ഒരു കയറിൽ പിടിച്ചുകൊണ്ട് സെന്റ് തോമസ് വിശ്വാസികൾ അന്ന് ചെയ്ത സത്യത്തിന്റെ ഒരു ഏകദേശ രൂപം ഇതാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സാക്ഷി, ഞങ്ങൾ ഇനിമേൽ ഗോവയിലെ ആർച്ച് ബിഷപ്പിനെയോ അല്ലെങ്കിൽ ഗോവയിലെ സെന്റ് പോൾ സെമിനാരിയിൽ നിന്നുള്ള മറ്റേതെങ്കിലും പുരോഹിതനെയോ അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ഇല്ല. ഈ സംഭവം നടന്നത് 1653 ജനുവരി 3 എന്നും ഈ പ്രതിജ്ഞ കൂനൻ കുരിശ് പ്രതിജ്ഞയായും അറിയപ്പെടുന്നുവെന്നും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടെ പോർച്ചുഗീസുകാർ തൽക്കാലം പിൻവാങ്ങിയെന്നും വളഞ്ഞു കൂനിപ്പോയ കുരിശിനെ നാട്ടുകാർ കൂനൻ കുരിശ് എന്ന് വിളിച്ചു. വിപ്ലവകരമായ ഈ ചെറുത്തുനിൽപ്പിനെ കൂനൻ കുരിശ് സത്യം എന്ന് പേര് വന്നു എന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്യൻ കോളനിവൽക്കരണത്തിനെതിരായ നാട്ടുകാരുടെ ആദ്യ പ്രതിഷേധമാണെന്ന് ചില ചരിത്രകാരന്മാർ കൂനൻ കുരിശ് സത്യത്തെ വ്യാഖ്യാനിക്കുന്നുമുണ്ട്. ഇപ്പോൾ കൂനൻ കുരിശ് സ്ഥിതി ചെയ്യുന്ന പള്ളി എല്ലാ വെള്ളിയാഴ്ചകളിലും 100 കണക്കിന് ആളുകൾ വരുന്ന ആരാധനാലയമാണ്. അകത്തെ മുറിയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ഒരു വിശിഷ്ട ചിത്രവുമുണ്ട്. വിശ്വാസികൾ അതിനു മുൻപിൽ നിലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട വിലപിടിച്ച വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിന് ഇവിടെ പ്രാർത്ഥിക്കുന്നത് വിശേഷമാണെന്ന് കരുതുന്നു. കുരിശിന്റെ മുകളിലൂടെ എണ്ണ ധാരയായിട്ട് ഒഴിക്കുന്നതാണ് ഈ പള്ളിയിലെ പ്രധാന ആരാധനാ കർമ്മം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെ ഈ ഭ്രാന്തൻ കുരിയച്ചൻ? അതും കണ്ടെത്തിയപ്പോൾ വളരെ രസകരമായി തോന്നി. പോർച്ചുഗീസ് ഭാഷയിൽ വളഞ്ഞ കുരിശിനെ പാന്ത് ക്രൂസ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടുകാർ പാന്ത് ക്രൂസ് മലയാളീകരിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് പ്രാന്ത കുരിശായി. പിന്നീട് അത് പിള്ളേരെ പീഡിപ്പിക്കുന്ന പ്രാന്തൻ കുരിയച്ചനായി. അല്ലാതെ അങ്ങനെ ഒരു കഥാപാത്രമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും കുരിയച്ചന്റെ പള്ളി എവിടെയാ എന്നാണ് വെള്ളിയാഴ്ചകളിൽ ബസ്സിൽ വന്നിറങ്ങുമ്പോൾ പല വല്യമ്മമാരും അപ്പച്ചന്മാരും ചോദിക്കുന്നത്.